സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2024 മോഡല് ടി വി എസ് എൻടോർക്ക് 125ൻ്റെ XT എന്ന വേരിയൻ്റ് ആണ്. XT എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ടെക്നോളജി. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സ്കൂട്ടറിൽ ഒരുപാട് ടെക്നോളജി, അതായത് കണക്ടിവിറ്റിയോട് ബന്ധപ്പെട്ട ഒത്തിരി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഏകദേശം ഒരു 80-ന് മേലുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരാം. അതുകൂടാതെ വാഹനത്തിൻ്റെ പെർഫോമൻസ്, ഓൺ റോഡ് പ്രൈസ്, EMI ഡീറ്റെയിൽസ് എല്ലാം ഇത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ ആണ്, എല്ലാ വ്യൂസും മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കൈയോടെ ഇപ്പോൾ തന്നെ പ്രസ് ചെയ്ത് നമ്മുടെ കൂടെ നമ്മുടെ ചാനൽ മെമ്പർ ആവുക. കൂടാതെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്താൽ ഡെയിലി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ പുതിയ സ്കൂട്ടേഴ്സിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും കറക്റ്റ് ടൈമിൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റ് ഡിലേ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 2024 മോഡൽ ഫെബ്രുവരിയിൽ ഇറങ്ങിയ എൻടോർക്ക് 125 XT മോഡലിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഷെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ അപ്പിയറൻസ്, ഈ XT എന്ന് പറഞ്ഞ മോഡൽ ഈ ഒരു കളർ വേരിയൻറ്റിൽ മാത്രമേ ഉള്ളൂ. നിയോൺ ഗ്രീൻ കളറും സിൽവറും മിക്സ് ആയിട്ടുള്ള ബോഡി ഗ്രാഫിക്സ് വരുന്നു. ബോഡിയുടെ കളർ വരുന്നത് ഏകദേശം ഒരു മാറ്റ് ആയിട്ടുള്ള ഡാർക്ക് ബ്ലൂ കളറാണ് ഈ വണ്ടിയുടെ കളർ വരുന്നത്. അങ്ങനെ ഈ ഒരു കളർ പാറ്റേണിൽ മാത്രമേ ഈ XT എന്ന മോഡൽ വരുന്നുള്ളൂ. മറ്റ് കളേഴ്സൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മിറേഴ്സ് വരുന്നത് മാറ്റ് ബ്ലാക്ക് കളറുള്ളതാണ്. സാധാരണ സ്കൂട്ടേഴ്സിൽ ഉള്ളതിനേക്കാളും വലിപ്പവും നീളവും കൂടുതൽ ഉള്ളൊരു മിററാണ് ഈ സ്കൂട്ടറിന് കമ്പനി നൽകിയിരിക്കുന്നത്. ഈ ഫ്രണ്ട് ഹാൻഡിൽ കവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇതിൻ്റെ ബ്രേക്കിൻ്റെ ലിവർ വരുന്നത് മാറ്റ് ബ്ലാക്ക് കളറാണ്. അതുകൂടാതെ ഹാൻഡിൽ ഗ്രിപ്പും മാറ്റ് ബ്ലാക്ക് കളർ വരും. ഹാൻഡിൽ കവറിൽ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. സ്മാർട്ട് കണക്റ്റിൻ്റെ ഒരു അടിപൊളി ബാഡ്ജിങ്ങും ഹാൻഡിൽ കവറിൽ വരുന്നുണ്ട്. അതുകൂടാതെ ഒരു ഫ്ലാഗ്ഷിപ്പും വരുന്നുണ്ട്. പിന്നെ അതിന് താഴെയായിട്ടാണ് ഇൻ്റലിഗോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജിയുടെ ബാഡ്ജിങ് വരുന്നത്. TVS കമ്പനിയുടെ ബാഡ്ജിങ് അതിനൊപ്പം വരുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഒരു ക്ലാമ്പും വരും. ഇടത്തെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ബോഡി ഗ്രാഫിക്സ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. സിൽവറും അതുകൂടാതെ നിയോൺ ഗ്രീൻ കളറും കൂടി മിക്സ് ആയിട്ടുള്ള ബോഡി ഗ്രാഫിക്സ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലെല്ലാം വരുന്നത്. വലത്തെ സൈഡിൽ വരുമ്പോൾ എൻടോർക്കിൻ്റെ ഒരു ബാഡ്ജിങ് കൂടെ വരുന്നുണ്ട്. താഴെയുള്ള പോർഷൻ, ഈ എൻടോർക്ക് ബാഡ്ജിങ് കഴിഞ്ഞ് താഴെയുള്ള പോർഷൻ രണ്ട് സൈഡിലും 125cc ആയതുകൊണ്ട് ആ 125ൻ്റെ സ്പെഷ്യൽ ബാഡ്ജിങ്ങും ഈ കളർ ഗ്രേഡിയൻറ്റും കൂടെ ഓൾറെഡി വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഇഗ്നിഷൻ ഓൺ ആക്കിയപ്പോഴാണ് ഈ കണ്ടീഷൻ. ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. സ്റ്റാർട്ടായി കഴിയുമ്പോൾ ഇതുപോലെ, ഇതിപ്പോൾ ഡിമ്മിലാണ് കിടക്കുന്നത്, 2 ലൈറ്റ്സ് ആയിരിക്കും പ്രകാശിക്കുക. ഇനി ബ്രൈറ്റിലിടുമ്പോൾ എന്താ വ്യത്യാസം കൂടെ നോക്കുക. 4 ലൈറ്റും ഒരേപോലെ പ്രകാശിക്കും. അതായത് സ്പ്ലിറ്റ് ആയിട്ടുള്ള 4 സെപ്പറേറ്റ് LED ബൾബുകളാണ് സ്കൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ അധികം പ്രകാശം നമുക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ബൾബുകളെല്ലാം തന്നെ ഒരുപാട് ഡ്യൂറബിൾ ആയിരിക്കും. ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ബൾബ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇനി സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. അതിൻ്റെ സ്റ്റെം ട്യൂബ് ലോങ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് TVSൻ്റെ എൻടോർക്കിന് വരുമ്പോൾ നമുക്ക് ഏത് റോഡിൽ ഓടിച്ചു നടന്നില്ല, എത്ര കട്ടുള്ള റോഡിൽ ഓടിച്ചാൽ തന്നെയും ഒരിക്കലും ചാട്ടം നമുക്ക് ഫീൽ ചെയ്യില്ല. ഫ്രണ്ട് ടയർ 90-100 അല്ല വരിക, 100-80-12ൻ്റെ ട്യൂബ്ലെസ് ടയർ വരുന്നുണ്ട്. അത് കൂടാതെ ഫ്രണ്ട് അലോയ് വീൽസ് ആയിരിക്കും, 12 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. ഈ ഒരു സ്പോക്ക് ഡിസൈൻ എൻടോർക്ക് 125 XTക്ക് മാത്രം വരുന്നൊരു സ്പെഷ്യൽ ഡിസൈനാണ്. ഗ്ലോസി ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അന്യായ ഗ്ലോസി ബ്ലാക്കാണ്, എന്നെ കറക്റ്റായിട്ട് കാണാം ക്യാമറയിൽ. പിന്നെ ഫ്രണ്ട് സേഫ്റ്റിക്കായിട്ട് 220 mm ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. സാധാരണ സ്കൂട്ടറിലെല്ലാം 190 mm ആണ് വരിക, ഇതിന് 220 mm വരുന്നുണ്ട്. പെറ്റൽ ഡിസ്ക് ആണ്, അതുകൊണ്ട് ഡിസ്ക് പാഡ് പെട്ടെന്ന് പറഞ്ഞ് തീരില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 155 mm ആണ്. കൂടാതെ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ കൂടെ ഉണ്ട്. വാഹനത്തിൻ്റെ സൈഡ് സ്റ്റാൻഡ് ഓൺ ആണ്, അതായത് സ്റ്റാൻഡ് തട്ടിയിട്ടില്ലെങ്കിൽ വണ്ടി ഒരിക്കലും സ്റ്റാർട്ട് ആവില്ല. സ്റ്റാൻഡ് ഓഫായി മാത്രമേ സ്റ്റാർട്ട് ആവുള്ളൂ. ആകെ വെയിറ്റ് 109 കിലോ വരുന്നുള്ളൂ. വീൽ ബേസ് 1285 mm ആണ്. ഇതാണ് സൈഡിൽ നിന്നുള്ള അപ്പിയറൻസ്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ് വണ്ടിക്ക് കമ്പനി കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് അട്രാക്ഷനായിട്ട് തോന്നും. ഇന്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാറ്റ് ബ്ലാക്ക് കളറുള്ള ഇൻറ്റീരിയറാണ് കമ്പനി നൽകുന്നത്. കൂടാതെ ഹാൻഡിൽ കവറിൽ കാർബൺ ഫൈബറിൻ്റെ ട്രിംസും നൽകിയിട്ടുണ്ട്. നമുക്ക് ആ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. സ്വിച്ചസിൻ്റെ ചുറ്റും വരുന്ന ഭാഗത്താണ് കാർബൺ ഫൈബറിൻ്റെ ട്രിംസ് ഇതുപോലെ നൽകിയിരിക്കുന്നത്. കണ്ടോ, ഇതാണ് കാർബൺ ഫൈബറിൻ്റെ ട്രിം വരുന്നത്. ഇതെല്ലാം മാറ്റ് ബ്ലാക്ക് പൊസിഷനാണ്. മീറ്ററിന് താഴെയായിട്ട് XTയുടെ ഒരു സ്റ്റിക്കർ വർക്ക് നൽകുന്നുണ്ട്. TVSൻ്റെ സിമ്പിൾ വരുന്നുണ്ട്. 2 സ്വിച്ചസാണ് മീറ്ററിന് വരുന്നത്. കൂടാതെ ഇപ്പുറത്തെ സൈഡിൽ അസിസ്റ്റീവ് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെയും ഹസാർഡിൻ്റെയും സെൽഫ് സ്റ്റാർട്ടിൻ്റെയും വോയിസ് കമാൻഡിൻ്റെ സ്വിച്ചസ് വലത്തെ സൈഡിൽ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് മീറ്റർ ഒന്ന് ഓണാക്കി കാണിച്ചിട്ട്, സാധാരണ വരുമ്പോൾ ഡിജിറ്റൽ ഡിസ്പ്ലേ ആയിരിക്കും, പക്ഷേ എൻടോർക്ക് XT മോഡലിന് TFT ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്. 2 പോർഷനായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇത് ഓണാക്കിയിട്ടുള്ള ഫീച്ചേഴ്സ് ഞാൻ തൊട്ടടുത്ത് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ബേസിക്കായിട്ട് ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും എന്നൊന്ന് പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ അവൈലബിൾ ആണ്. വോയിസ് അസിസ്റ്റ്, അതായത് നമുക്ക് മൊബൈൽ ഫോണായിട്ട് പെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വോയിസ് നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ മീറ്റർ ക്യാപ്ചർ ചെയ്ത് തന്നെ റിപ്ലൈ തരും.
ലോ ഫ്യൂൽ വാർണിംഗ് വരുന്നുണ്ട്, ട്രാഫിക്കിന് അലേർട്ട്, സോഷ്യൽ മീഡിയ അതായത് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് മുതലായ എല്ലാ സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻ താഴെ കാണിക്കും. കൂടാതെ ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഫുഡ് ഡെലിവറി, അതുപോലെ തന്നെ ഇ-കൊമേഴ്സ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ മുതലായ ആപ്ലിക്കേഷൻ്റെ ഡെലിവറി സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ബെസ്റ്റ് ലാപ്പ്, ലാസ്റ്റ് ലാപ്പ് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെയും ഇതിൽ കാണിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലെ മീറ്ററിൽ വരിക സ്പീഡ്, ഓഡോമീറ്റർ, ലാപ്പ് ടൈം, അതുകൂടാതെ നമ്മുടെ ട്രിപ്പ് മീറ്റർ, ഫ്യൂൽ ഗേജ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് റൈറ്റ് സൈഡിലെ ചെറിയ മീറ്ററിൽ വരിക. ഇടതുവശത്തുള്ള വീതി കൂടിയ മീറ്ററിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരിക. അതായത് സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻ, നാവിഗേഷൻ, അതുപോലെ തന്നെ ബാറ്ററി വോൾട്ടേജ്, ലോ ഫ്യൂൽ വാണിംഗ്, ട്രാഫിക്, നാവിഗേഷൻ്റെ അതായത് 10x10 നാവിഗേഷൻ്റെ ഫീച്ചേഴ്സ് എല്ലാം തന്നെയും നമുക്ക് ഇടത്തെ സൈഡിലുള്ള വലിപ്പമുള്ള മീറ്ററിലായിരിക്കും കാണിച്ചു തരിക. പിന്നെ അതുകൂടാതെ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് 2 സ്വിച്ചസ് ആണ് വരുന്നത്. ഒന്ന് മോഡ് എന്ന് പറഞ്ഞ സ്വിച്ചും വരും, പിന്നെ സെറ്റ് എന്ന് പറഞ്ഞ സ്വിച്ചും വരും. മോഡ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴാണ് കൂടുതലും അടുത്തടുത്ത കണ്ടെത്തുന്നത്. അപ്പോൾ ഞാൻ മോഡിൽ പ്രസ് ചെയ്തപ്പോഴാണ് കാണുന്നത്. ഇങ്ങനെ അടുത്തടുത്ത ഫീച്ചറിലേക്ക് ചേഞ്ച് ചെയ്യുക. സെറ്റ് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ലാപ്പ് ടൈമർ, ലാപ്പ്, അതുപോലെ തന്നെ ട്രിപ്പൊക്കെ സെറ്റും റീസെറ്റ് ചെയ്യാനായിട്ടാണ് സെറ്റ് എന്നുള്ള ബട്ടൺ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. ഇതിന് മെയിനായിട്ട് 2 മോഡാണ്, ഒന്ന് സ്ട്രീറ്റ് മോഡും ഒന്ന് റേസ് മോഡും. അങ്ങനെ 2 മോഡ്സാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രീറ്റ് മോഡാകുമ്പോൾ ഇപ്പോൾ മെയിനിൽ കണ്ടില്ല 100% ഇക്കോണമി, 0% പവർ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ താഴെ നോർമൽ ടൈം, ഇപ്പുറത്തെ സൈഡിൽ ഡേറ്റ് കാണിക്കും. അടുത്ത മോഡിലേക്ക് മാറുമ്പോൾ അതിൻ്റെ RPM മീറ്ററാണ് ആ റൗണ്ടിൽ കാണിക്കുന്നത്. അതുകൂടാതെ വലത്തെ സൈഡിലും ലാസ്റ്റ് റണ്ണിലുള്ള ടോപ്പ് സ്പീഡ് കാണിക്കും. പിന്നെ ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി വോൾട്ടേജ് കാണിക്കും, ലാസ്റ്റ് ലാപ്പിനെ കുറിച്ച് കാണിക്കും, ബെസ്റ്റ് ലാപ്പിനെ കുറിച്ച് കാണിക്കും. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു റൺ അതായത് ഒരു ഓട്ടം പോയിട്ട് വരികയാണെന്ന് വെച്ചോ, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ കണക്ടിവിറ്റി വഴി ഫോണിലേക്ക് വഴി നമ്മുടെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി കിട്ടുക അതിൻ്റെ കീ എങ്ങനെ ഇരിക്കുന്നതെന്നോട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോർമലി ആ ട്രഡീഷണലായിട്ട് TVS എൻടോർക്കിന് 2018 വന്നു തുടങ്ങിയ സെയിം ടു സെയിം കീ തന്നെയാണ് ഇപ്പോഴും വണ്ടിയിൽ വരുന്നത്. പക്ഷേ അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നില്ല, ഒരു ക്ലാസിക്കായിട്ട് നല്ല ഭംഗിയുള്ള കീ ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഫുൾ ഡിജിറ്റൽ മീറ്റർ, അതായത് ഈ TFT ഡിസ്പ്ലേ മീറ്ററിൻ്റെ ഫങ്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. വണ്ടി ജസ്റ്റ് ഒന്ന് ഇഗ്നിഷൻ ഓൺ ചെയ്യുകയാണ്. ഇതുപോലെ ആയിരിക്കും അതിൻ്റെ നോട്ടിങ് വരിക. ഇതാണ് ആ ട്രഡീഷണൽ ആയിട്ടുള്ള കീ വരുന്നത്. സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കാണ് വണ്ടി. മോഡെന്ന് പ്രസ് ചെയ്തപ്പോൾ ബാറ്ററിയുടെ ചാർജ്, വണ്ടി റേസ് ചെയ്യുന്നതിനനുസരിച്ച് ചാർജ് കൂടുകയും കുറയുന്നതുണ്ട്. സ്ട്രീറ്റ് മോഡിലേക്ക് മാറിയേക്കാണ്. ഇപ്പോൾ 100% ഇക്കോണമിയിലാണ്. ഞാൻ ആക്സിലറേഷൻ പതുക്കെ തിരിച്ചു കൊടുക്കുകയാണ്. ഫ്യൂൽ ഗേജ്, ഓഡോമീറ്റർ, ട്രിപ്പ് 1, കറണ്ടിലുള്ള കിലോമീറ്റർ. ഒന്നുകൂടി പ്രസ് ചെയ്യണം. പ്രസ്സിങ് കറക്റ്റ് ആയിട്ടില്ല. ഓക്കെ, സ്പോർട്ട് മോഡിലേക്ക് മാറാം. ഇപ്പോൾ RPM ചേഞ്ച് ആയി. അതിന് മുമ്പായിട്ട് സ്പോർട്ട് മോഡിൽ ലാസ്റ്റ് ഓടിച്ചപ്പോൾ കിട്ടിയ ആവറേജ് സ്പീഡും ടോപ്പ് സ്പീഡാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ആക്സിലറേഷൻ കൂട്ടുന്നതനുസരിച്ച് കണ്ടു RPM മീറ്റർ ചേഞ്ച് ആയി വരുന്നുണ്ട്. അത് കൂടാതെ വലത്തെ സൈഡിൽ ടൈമർ കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, ടൈമർ ചേഞ്ച് ആവുന്നുണ്ടോ? 0 to 60 എത്ര സെക്കൻഡ് എടുക്കുമെന്ന് കാണിക്കും. അത് കുറച്ച് നേരം വണ്ടി ഓടിക്കണം എന്നുള്ളത് കാണിക്കുള്ളൂ. സെൻട്രൽ സ്റ്റാൻഡിട്ട് ജസ്റ്റ് ഒന്ന് റേസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട്. വേറെ ഒന്നുമില്ല. ബാറ്ററി വോൾട്ടേജ് കൂടിയിട്ടുണ്ട്, കാരണം വണ്ടി ഇത്ര നേരം ചാർജ് ആയതുകൊണ്ട്. ഞാൻ പ്രസ് ചെയ്ത് വേറൊന്നുമല്ല. ഫ്യൂൽ സേവർ മോഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റലിഗോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെയാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇപ്പോൾ തന്നെ ഒന്നുകൂടി. നമുക്കല്ല ഈ ഇപ്പോൾ എത്ര ഓടിച്ചിട്ട് ഉള്ള കാര്യങ്ങളൊന്നും കാണാം. വണ്ടി ഓഫാവും, കാരണം വണ്ടി ഐഡിയലായി നിൽക്കുകയാണ്. വണ്ടി ഓഫായിക്കൊണ്ടിരിക്കുകയാണ്. ഓഫായി. ബ്രേക്ക് പിടിച്ചിട്ട് ത്രോട്ടിൽ ഡിപ്പ് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവും. ഇത്രയും നേരം നമ്മൾ കസർത്ത് കളിച്ച റിസൾട്ടാണ് കാണുന്നത്. ടോപ്പ് സ്പീഡ് 32 ആണ്. കണ്ട 36 സെക്കൻഡ് ഓടിച്ചു വണ്ടി. 15 സെക്കൻഡ് കൊണ്ട് നമുക്ക് 0 to 60 ആവാൻ സാധിച്ചു. ഇതിന് മുമ്പ് ആരോ ഓടിച്ചിരുന്നു, അവരുടെ ടോപ്പ് സ്പീഡ് 55 ആണ്. അവർ 9 മിനിറ്റും 12 സെക്കൻഡ് ഓടിച്ചു. 15 സെക്കൻഡ് കൊണ്ട് ടോപ്പ് സ്പീഡായി. ആകെ ഓടിച്ച ദൂരം 4 കിലോമീറ്ററാണ്. ഡീറ്റെയിൽസാണ് ലാസ്റ്റ് റണ്ണ്. ഞാനിപ്പോൾ ഓടിച്ചതിൻ്റെയാണ് ഈ കാണുന്നത്. 8 കിലോമീറ്റർ ആവറേജ് സ്പീഡ്.
ഇതൊക്കെയാണ് അതിൻ്റെ മീറ്ററിൻ്റെ ഡീറ്റെയിൽസ്. വളരെയധികം സ്പോർട്ടി ആയിട്ടുള്ള ഒരു സീറ്റാണ് എൻടോർക്കിന് വരുന്നത്. നല്ല അടിപൊളി കുഷനിങ് ആണ്. അത് കൂടാതെ സീറ്റിൻ്റെ ബാക്കിലായിട്ട് ഡ്യുവൽ ഗ്രാബ് റെയിൽസും സ്പ്ലിറ്റ് ആയിട്ടുള്ള ഡ്യുവൽ ഗ്രാബ് റെയിൽസ് വരുന്നുണ്ട്. സീറ്റിന് റെഡ് കളർ സ്റ്റിച്ചിങ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ എൻടോർക്കിൻ്റെ ഒരു ബാഡ്ജിങ്ങും വരുന്നുണ്ട്. സീറ്റിൻ്റെ സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 22 ലിറ്ററാണ് അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി സ്കൂട്ടറിൻ്റെ. ഇത് ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കീ വെച്ച് ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ സീറ്റ് ഓപ്പൺ ആവും, വലത്തെ സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഹെൽമെറ്റിന് വരുന്നതാണ്. ഇതാണ് അതിൻ്റെ സ്റ്റോറേജ്. 22 ലിറ്റർ എന്ന് പറഞ്ഞാൽ പോലും അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് ഉണ്ട്. ഒരു നല്ല വലിപ്പമുള്ള ഹെൽമെറ്റ് വെച്ചാൽ തന്നെയും കുറച്ചുകൂടി ഒരു ബാക്ക് പാക്ക് വെക്കാനുള്ള സ്ഥലം ഉണ്ടാവും. കൂടാതെ അണ്ടർ സീറ്റ് ലൈറ്റ് വരുന്നുണ്ട്. OBD2 സെൻസറിൻ്റെ പോർഷനാണ് ആ റെഡ് കളറിൽ കാണിക്കുന്നത്. ഇതാണ് സീറ്റിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. ഇനി ഫ്യൂവലിനെ കുറിച്ച് സംസാരിക്കാം. ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി 5.8 ലിറ്ററാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്ന ഒരു സ്കൂട്ടറാണ് എൻടോർക്ക്. സാധാരണഗതിയിൽ 5.1, 5.2, മാക്സിമം 5.3 ലിറ്റർ 125cc സെഗ്മെൻറ്റിൽ സ്കൂട്ടറുകൾക്ക് വരാറുള്ളൂ. കൂടാതെ E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിൻ്റെ ഡിസൈനിലാണ് ടെയിൽ ലാമ്പ് വരുന്നത്. ഇതെല്ലാം LED ലൈറ്റ്സ് ആണ്. ഇതാണ് ആ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഡിസൈൻ അവർ ഉദ്ദേശിക്കുന്നത്. കൂടാതെ 2 ഹാലജൻ ലൈറ്റ്സ് വരുന്നുണ്ട് ഇൻഡിക്കേറ്ററായിട്ട്. നമ്പർ പ്ലേറ്റിൻ്റെയും ലൈറ്റ് വരുന്നുണ്ട്. താഴെ നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ക്ലാമ്പ് വരും. നല്ല വലിപ്പമുള്ളൊരു മാറ്റ് ബ്ലാക്കുള്ള കളറിലുള്ള അടിപൊളി റിയർ മഡ് ഗാർഡും കമ്പനി തരുന്നുണ്ട്. കൂടാതെ റിഫ്ലക്റ്റേഴ്സും 2 സൈഡിൽ വരുന്നുണ്ട്. ഈ സ്കൂട്ടറിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലും ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഈ വണ്ടി 0 to 60 എത്താനായിട്ട് വെറും 9 സെക്കൻഡ് മാത്രം വരുന്നുള്ളൂ. സാധാരണ സ്കൂട്ടറുകളിൽ 2 വാൽവ് യൂസ് ചെയ്യുമ്പോൾ എൻടോർക്കിൽ 3 വാൽവ് വിത്ത് CVTi ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. 125cc എഞ്ചിനാണ്. പവർ 9.25 bhp ആണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം പവർ നൽകുന്ന വാഹനം ഇത് തന്നെയാണ്. മൈലേജ് ലേറ്റസ്റ്റ് മോഡലിനൊക്കെ ഒരു 50-55 റേഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡ് സ്പ്രിംഗ് ലോഡർ സസ്പെൻഷൻ വരും, ഫിക്സഡ് ടൈപ്പാണ്. ബാക്ക് സൈഡ് ബ്രേക്ക് വരുന്നത് 130 mm ഡ്രം ബ്രേക്സാണ് വരുന്നത്. അലൂമിനിയം മെറ്റലിലുള്ള സിംഗിൾ ഡയറക്ഷൻ ഫോൾഡ് ചെയ്യാവുന്ന ഫുട്ട് റെസ്റ്റ് 2 സൈഡിലും സ്കൂട്ടറിന് വരുന്നുണ്ട്. ഇതാണ് സ്കൂട്ടറിന് സൈലൻസർ വരുന്നത്. സൈലൻസർ വളരെ സ്പോർട്ടിയാണ്. നല്ല അടിപൊളി ഒരു റേസിംഗ് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഡ്രും പറയുന്ന ടൈപ്പുള്ള ഒരു നല്ലൊരു പൊട്ടുന്ന ഒരു അടിപൊളി സൗണ്ടാണ്. എനിക്ക് അങ്ങനെ പറയാൻ അറിയാൻ പാടുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. നല്ല സ്പോർട്ടി ആയിട്ടുള്ള സൗണ്ടാണ് എൻടോർക്കിൽ നിന്ന് വരുന്നത്. കൂടാതെ ബാക്ക് സൈഡ് ടയർ ഹഗ്ഗർ വരുന്നുണ്ട്. ബാക്ക് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 12 ഇഞ്ച് അലോയ് വീൽസ് എൻ്റെ ബാക്ക് സൈഡിലും കിട്ടും. സാധാരണഗതിയിൽ 125 എല്ലാത്തിലും 10 ഇഞ്ച് അലോയ് വീലേ വരാറുള്ളൂ. ഇതിന് 12 ഇഞ്ച് കിട്ടും. ടയറിൻ്റെ വീതി കൂടും. 110, 80, 12 ട്യൂബ്ലെസ് ടയേഴ്സാണ് ബാക്ക് സൈഡ് വരുന്നത്. സെയിം ടു സെയിം ഡിസൈൻ തന്നെ ബാക്ക് സൈഡിലും സ്കൂട്ടറിൽ ലഭിക്കുന്നത്. ഇതാണ് വലത് സൈഡിൽ നിന്നുള്ള സ്കൂട്ടറിൻ്റെ അപ്പിയറൻസ്. ഏകദേശം 1,36,900 രൂപയാണ് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. നമുക്ക് ഫിനാൻസ് ഇട്ട് എടുക്കാനാണെങ്കിൽ ഏകദേശം ഒരു 15,000 രൂപ ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി റോഡിലിറക്കാവുന്നതാണ്. ഏകദേശം 8-9 ബാങ്കുകളും ഫിനാൻസ് ചെയ്യുന്നുണ്ട്. മാസം EMI കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 5,000 രൂപ 6,000 റേഞ്ചാണെന്നാണ് ഒരു ഐഡിയ. കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ പ്രീമിയം TVSൻ്റെ കോൺടാക്ട് നമ്പർ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അവരൊന്ന് വിളിച്ച് ചോദിച്ചാൽ കറക്റ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് കൂടാതെ എൻടോർക്ക് 125 XT അല്ലാതെ അതിൻ്റെ താഴെയും മോഡൽസ് വരുന്നുണ്ട്. റേസ് എഡിഷൻ ഉണ്ട്, അതുകൂടാതെ സൂപ്പർ സ്കോഡ് എഡിഷൻ ഉണ്ട്. അതൊക്കെ ആകുമ്പോൾ പ്രൈസ് കുറച്ചുകൂടി കുറയും. കുറച്ച് ഈ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഫീച്ചേഴ്സ് കൂടി കുറയുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഏത് മോഡൽ വേണമെങ്കിൽ എടുക്കാം. ഫുൾ ഡീറ്റെയിൽസ് പ്രീമിയം TVSൽ കോൺടാക്ട് ചെയ്ത് അവർ തരുന്നതാണ്. ഇതാണ് ഞാൻ ബോഡി ഗ്രാഫിക്സ് ഒന്നുകൂടി നിങ്ങൾക്കൊന്ന് റൗണ്ട് ചെയ്ത് കാണിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു സ്കൂട്ടറിനെ എടുത്ത് കാണിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. ഈ ഒരു സ്പെഷ്യൽ നിയോൺ കളറും ഈ സ്പെഷ്യൽ ബോഡി ഗ്രാഫിക്സാണ് 125 XT നമുക്ക് അപ്പിയറൻസ് വൈസ് എടുത്ത് കാണിക്കുന്നത്. 2024 മോഡൽ TVS എൻടോർക്ക് 125 XTയുടെ ഓൺ റോഡ് കോസ്റ്റ് ഏകദേശം 1,36,000 ചില്ലറയാണ്. ഏകദേശം 1,37 അടുത്ത് വരുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ സ്കൂട്ടർ എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ എന്തായാലും മറ്റ് സ്കൂട്ടേഴ്സിൻ്റെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മറ്റ് സ്കൂട്ടേഴ്സിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. 1,37 ആണ് ഇതിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിലെല്ലാം തന്നെ 1,20, 1,25 അല്ലെങ്കിൽ 1,16, 1,17 റേഞ്ചിലാണ് ഇപ്പോൾ 2024 ഫെബ്രുവരിയിൽ പ്രൈസ് ലിസ്റ്റിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമ്മളൊരു 10,000 രൂപ കൂടെ കൂടുതലാണ് 125 XTക്ക് പ്രൈസ് വരുന്നത് ഓബിയസ്ലി. അപ്പോൾ ഈ 10,000 രൂപ മുടക്കി നിങ്ങൾ ഈ വണ്ടി എടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഞാൻ ഓൾറെഡി വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. കണക്ടിവിറ്റിയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുകൂടാതെ ബാക്ക് സൈഡ് വലിപ്പമുള്ള ടയർ, അലോയ് വീൽസ്, അത് കൂടാതെ 0 to 60 സെക്കൻഡ് എത്താനായിട്ട് വെറും 9 സെക്കൻഡ് മാത്രം എടുക്കുന്ന 50-55 റേഞ്ച് മൈലേജ് ഇടുന്ന നല്ല പവർഫുള്ളും നല്ല മൈലേജ് ഇടുന്നതിനുള്ള ഒരു അടിപൊളി എഞ്ചിൻ, ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് അഡീഷണലി 10,000 രൂപ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൂടാതെ എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യം, TVSൻ്റെ സർവീസ്, സ്പെയർ പാർട്സ് എല്ലാ മേജർ ടൗണിലും സർവീസ് സെൻറ്ററും സ്പെയർ പാർട്സും അവൈലബിൾ ആണ്. അപ്പോൾ സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ചിന്തയും പെടേണ്ട ആവശ്യമില്ല. എന്തായാലും നിങ്ങൾക്ക് എല്ലായിടത്തും സർവീസ് ലഭിക്കുന്നതാണ്, സ്പെയർ പാർട്സും അവൈലബിൾ ആണ്.
ഇനി ഷോറൂമിലുണ്ടെങ്കിൽ തന്നെ മേജർ സ്പെയർ ഡീലേഴ്സിനെല്ലാം സ്പെയർ പാർട്സിൻ്റെ കടകളിലെല്ലാം തന്നെ ടി വി എസിൻ്റെ സ്പെയർ പാർട്സ് എൻടോർക്കിൻ്റെ സ്പെയർ പാർട്സ് ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഒരു 1.35 മുടക്കി എൻടോർക്ക് 125 XT എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട ആവശ്യമില്ല. നല്ല ബെസ്റ്റ് ചോയ്സ് ആണ്. ഇപ്പോൾ ആ റേഞ്ചിൽ തന്നെയുള്ള മറ്റ് സ്കൂട്ടറുകൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഹൈ എൻഡ് പെർഫോമൻസും ഹൈ എൻഡ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നമുക്ക് ഈ സ്കൂട്ടറിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള നല്ലൊരു സ്കൂട്ടർ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എൻടോർക്ക് 125 XT ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, ഓടിച്ച് നോക്കുക, ഷോറൂമിൽ പോയി കാണുക, എന്നിട്ട് മാത്രം തീരുമാനം എടുക്കുക. പിന്നെ അത് കൂടാതെ നമ്മുടെ ടി വി എസിൻ്റെ ഡീലറായ പ്രീമിയർ ടി വി എസിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിലും വീഡിയോൻ്റെ അവസാനത്തും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടിയുടെ എൻക്വയറി ഉണ്ടെങ്കിലും അവരെ ഉറപ്പായിട്ടും വിളിച്ച് റേറ്റ് എടുക്കുക, ഷോറൂമിൽ നിന്ന് വണ്ടി കാണുക. അവർ 3 ഫെസിലിറ്റിയാണ്: സെയിൽസ്, സർവീസ്, ഫിനാൻസ്, എക്സ്ചേഞ്ച്, എല്ലാ സപ്പോർട്ടും ഉണ്ട്. നല്ലൊരു അടിപൊളി സർവീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവരെന്തായാലും കോൺടാക്ട് ചെയ്തിട്ട് മാത്രം വാഹനം എടുക്കാനായിട്ട് ഇറങ്ങുക. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക്